മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആ മക്കളെ നമ്മളെ കാണിക്കുന്ന എല്ലാവരും രക്ഷിതാക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരൊക്കെ ഒരുപാട് ആളുകൾ ഭർത്താക്കന്മാർ മരണപ്പെട്ടു എന്നുള്ള സ്വർഗത്തിനോടെ കൂടെ കടക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. ഈ കുടുംബങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. 20 ചില്ലാനം മാതാപിതാക്കളുണ്ട്. പിന്നെ നിങ്ങളെ ഇത് പിടിച്ചാണ്, നിങ്ങൾ സ്ഥലം എവിടെ? അല്ലേ? ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്. എത്ര മക്കളാ? ചെറിയ മക്കൾക്ക് 2 വയസ്സല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഈ കുടുംബത്തിന് നമ്മൾ എന്തുണ്ട്, എല്ലാ മാസവും നല്ലൊരു സംഖ്യ നമ്മൾ തരൂട്ട. ഉമ്മ പറയും സ്ഥലം എവിടെ? വേറെ മക്കളാണ്? എത്ര മക്കളാ? മൂത്ത കുട്ടിക്ക് 10 വയസ്സല്ലേ? ആ 10 വയസ്സിന്റെ ഈ 10 വയസ്സിന്റെ ചോട്ടിക്കാണ് ബാക്കിയുള്ളതൊക്കെ അല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാസം ഒരു 10 ഉറുപ്പിക വെച്ചിട്ട് ഇൻഷാ അല്ലാഹ്. സ്ഥലം എവിടെ? പയക്കാട്ടില്ലേ? മാഷാ അല്ലാഹ്. എത്ര മക്കളാ? 3 മക്കളല്ലേ? ഭർത്താവ് ക്യാൻസർ. അല്ലാഹു ഖബർ വിശാലാക്കട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് നൂറഹബിന്റെ മുത്തുമണികൾ ഇൻഷാ അല്ലാഹ് ആ 3 മക്കൾക്കുള്ളത് ഇൻഷാ അല്ലാഹ് മാസം 1-ാം തീയതി നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ കുടുംബങ്ങളെ എവിടെ? സാജിദ മൊറയൂരില്ലേ? എത്ര മക്കളാ? 3 മക്കളല്ലേ? പെൺകുട്ടികള് ചെറുതല്ലേ? മോളല്ലേ? ഭർത്താവ് എങ്ങനെ മരിച്ചത്? ഭർത്താവ് കുറച്ച് വിഷമം മരണപ്പെട്ടുള്ള ഖബർ വിശാലായി കൊടുക്കട്ടെ കേട്ടാ. നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ സ്ഥലം എവിടെ? തിരൂരല്ലേ? ഭർത്താവ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വളരെ സന്തോഷം തോന്നിയ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. നമ്മൾ നൂറെ ഹബീബ് ആറ്റക്കോയ തങ്ങളെ പറ്റി ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം നമ്മൾ നിശിതമായി അദ്ദേഹത്തെ ചില കാര്യങ്ങളിൽ നമ്മൾ അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ അദ്ദേഹത്തോട് നമുക്ക് യോജിപ്പുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ തീർച്ചയായിട്ടും നല്ല ആൾക്കാർ മുൻകൈ എടുത്ത് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ വേണ്ടി കഴിയുകയില്ല. അദ്ദേഹം ചെയ്യുന്ന ഇത്തരം നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് പൊതുജനങ്ങൾക്ക് എത്തുകയും അതുപോലെ തന്നെ ഇനി ആരെങ്കിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരികയും ചെയ്യണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം ചെയ്ത ഈ പൊതുജന്മം മുൻനിർത്തിയുള്ള 23 യത്തീം കുടുംബങ്ങളെ അദ്ദേഹം ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ മാസത്തിൽ അവരുടെ കുടുംബങ്ങൾക്ക് ഏകദേശം 10,000 രൂപ വെച്ച് കൊടുക്കാനുമാണ് നമ്മുടെ നൂറെ ഹബീബ് തങ്ങൾ തീരുമാനിച്ചത് എന്നാണ് അറിയുന്നത്. വളരെ നല്ല കാര്യമാണ്. അദ്ദേഹം ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം അദ്ദേഹത്തിന് നൽകുമാറാട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇത് നല്ലൊരു കാര്യമാണ്. അദ്ദേഹം ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളോടൊന്നും നമുക്ക് യാതൊരുവിധ എതിർപ്പോ അല്ലെങ്കിൽ പരിഭവമോ ഇല്ല എന്ന് നമ്മൾ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം നല്ല കാര്യങ്ങൾ തങ്ങളല്ല, മുലിയാരല്ല, ഇനി ഏതെങ്കിലും സമൂഹത്തിലെ നല്ല രാഷ്ട്രീയക്കാരായാലും ആര് ചെയ്താലും അത് പ്രോത്സാഹിപ്പിക്കപ്പെടുകയും അതുപോലെ തന്നെ അത് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത് നല്ല കാര്യം തന്നെയാണ്. അത് നൂറെ ഹബീബ് തങ്ങൾ ചെയ്തത് കൊണ്ട് മാത്രം അത് മോശമാവുന്നില്ല, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് അദ്ദേഹത്തിനോട് ചെറിയ ഒരു തിരുത്തുണ്ട്. അദ്ദേഹം ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ, അപ്പം അദ്ദേഹം യത്തീം കുടുംബങ്ങളെയാണ് ഏറ്റെടുക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ അതിൽ പല പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് അദ്ദേഹത്തിന്റെ ഭർത്താവ് മരിച്ചു പോയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ ആയിരിക്കാം ഇപ്പോൾ ഉസ്താദിന്റെ മുന്നിലേക്ക് കൈനീട്ടാൻ വേണ്ടി എത്തിയിരിക്കുന്നത് എന്നൊരു കാര്യം തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാണ്. അവരുടെ കുടുംബത്തിൽ ഒരു അത്താണി ഉണ്ടായിരുന്നു എങ്കിൽ ഒരു കാരണവശാലും ഇത്തരം ഒരു കാര്യവുമായിട്ട് തങ്ങളുടെ അടുത്തേക്ക് അവർ വരികയില്ലായിരുന്നു. പക്ഷെ അങ്ങനെ വന്ന ഒരുപാട്, അതിൽ 23 കുടുംബങ്ങളിലെയും തങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പെണ്ണുങ്ങളെയാണ്, സ്ത്രീകളെയാണ്. അത് പ്രായമായ ഉമ്മമാരെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയുമാണ്. കുട്ടികളെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഉമ്മമാരെ കാണിക്കുന്നത് എന്ന് പറഞ്ഞു. അതും ഒരു തെറ്റാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളൊരു നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലത് കൈ ചെയ്യുകയാണെങ്കിൽ ഇടത് കൈ അറിയാതെ കൊടുക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്. അത്തരമൊരു സമൂഹത്തിൽ അല്ലെങ്കിൽ അത്തരമൊരു കൗമിൽ ജീവിക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും അവരെ എങ്ങനെ ഒരു പൊതുദർശന വസ്തുവാക്കി മാറ്റി എല്ലാ യൂട്യൂബർമാർക്കും മുന്നിൽ നിരത്തി നിർത്തിക്കൊണ്ട് എന്താണ് പേര്, എവിടുന്നാണ് വരുന്നത്, വാപ്പ മരിച്ചോ ഉമ്മ മരിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി അതുകൂടി തങ്ങൾ ഒഴിവാക്കണമായിരുന്നു എന്നാണ് നമുക്ക് സ്നേഹം കൊണ്ട് പറയാനുള്ളത്. കാരണം ആ പരിപാടിയിൽ അതുകൂടി ഒഴിവാക്കിയാണ് തങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത് എങ്കിൽ 100% എല്ലാവരും തങ്ങളെ സപ്പോർട്ട് ചെയ്യുകയായിരിക്കും ഉണ്ടാവുക. തങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. തങ്ങൾ വിമർശിക്കപ്പെടുന്നത് തങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ കൊണ്ടല്ല എന്ന് തങ്ങൾ മനസ്സിലാക്കണം. തങ്ങൾ വിമർശിക്കപ്പെടുന്നത് തങ്ങൾ യൂട്യൂബിൽ വരികയും അതുപോലെ തന്നെ തെറികൾ പറയുകയും മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും അതുപോലെ തന്നെ ചില
കോമഡി കഥാപാത്രമായി തങ്ങൾ തന്നെ മാറുന്നതാണ് തങ്ങൾക്ക് വിനയായി മാറിയത്. അതിനെയാണ് വിമർശിക്കുന്നത്. തീർച്ചയായിട്ടും ആ വിമർശനം ഞങ്ങൾ മാത്രമല്ല എല്ലാവരും തുടരുക തന്നെ ചെയ്യുമെന്നാണ് തങ്ങളോട് പറയാനുള്ളത്. തെറ്റുകൾ ചെയ്യുമ്പോൾ വിമർശിക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. അതിന് തങ്ങൾ വിരളി കൊണ്ടതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പിന്നെ തങ്ങൾ ഇപ്പോൾ ചെയ്ത വേറെ ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നിയ ഒരു കാര്യം അതുകൂടി നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് ആ വീഡിയോ ഒന്നുകൂടി കാണാം. തങ്ങന്മാരാ തങ്ങൾ വാപ്പപ്പാര് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന അതൊക്കെ ഞങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, ഇതിൽ വായിച്ചാൽ തന്നെ മനസ്സിലാവും. ആരും ഇങ്ങോട്ട് നിർബന്ധിച്ച് നമ്മൾ വെത്തുന്നില്ല, ആരും വരും വേണ്ട അല്ലേ. പിന്നെ അവസാനം രോഗം അള്ളാഹുവിൻ്റെ പരീക്ഷനാണ്, ശിഫ നൽകുന്നത് അള്ളയാണ്. അപ്പം എൻ്റെ ഒരാൾ കയറി വരുമ്പോൾ ഇത് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ടോക്കൺ കൊടുക്കുള്ളൂ. അള്ളാഹു ബർക്കത്ത്. ബോർഡ് വെക്കാനുള്ള കാരണം എന്താ? ഇത് കണ്ടങ്ങൾ ഇവിടെ ആത്മീയ ചൂഷണമില്ല. ആളുകൾ പറയുന്നുണ്ട് ആത്മീയ ഈ ഒരു ബോർഡ് കണ്ടപ്പോൾ ഒരുപാട് മനസ്സിന് സന്തോഷം തോന്നി. കാരണം തങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഒന്ന് ആത്മീയ ചൂഷണം എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ മറ്റ് ചില ആൾക്കാർ തങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നൊരു പരാതി എന്ന് പറഞ്ഞാൽ ദുർബന്ധവാദം ഒഴിപ്പിക്കലും ബാധ ഒഴിപ്പിക്കലുമാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെയാണ്. നമ്മളും ചോദിച്ചിരുന്നത് തങ്ങൾക്ക് എന്താണ് ചികിത്സ, യുനാനി ചികിത്സ തങ്ങൾക്ക് അറിയില്ല എന്ന് തങ്ങൾ തന്നെ പറയുന്നുണ്ട്. അവിടെ എന്ത് ചികിത്സയാണ് നടക്കുന്നത് അതുകൂടി തങ്ങൾ പുറത്തുവിടേണ്ടതാണ്. എന്നാൽ പൊതുജനങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ ഇത്തരം ഒരു കാര്യത്തിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് വിമർശനങ്ങൾ കടുത്തു വരുന്നത്. അപ്പോൾ തങ്ങൾ അവിടെ എഴുതി വെച്ച ഈ ബോർഡിൽ ആദ്യം തന്നെ തങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ആത്മീയ ചൂഷണം ഇല്ല. അങ്ങനെ ഒരു ബോർഡ് വെച്ചത് കൊണ്ട് എന്ത് കാര്യമാണെന്ന് നമുക്കറിയില്ല. എന്നാലും രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് നിർബന്ധപൂർവം ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല, നിർബന്ധിച്ച് ആരെയും ഇങ്ങോട്ട് ക്ഷണിക്കുന്നില്ല. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തങ്ങൾ തന്നെ പറഞ്ഞു തരുന്നു. അത് ഒരു പരസ്യമായിട്ടാണ് അദ്ദേഹം അവിടെ വെച്ചത്. എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാരണം നിർബന്ധപൂർവം ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല. ഇവിടെ പ്രേതബാധ ഒഴിപ്പിക്കൽ അല്ലെങ്കിൽ മേത്തുകൂടിയ ബാധ ഒഴിപ്പിക്കുന്ന പരിപാടിയും പ്രേതമൊഴിപ്പിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല, തങ്ങൾ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ആ ബോർഡിൽ എഴുതി വെച്ച ഏറ്റവും അവസാനത്തെ ഒരു വാചകം തീർച്ചയായിട്ടും നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏതൊരു മലയാളിക്കും മനസ്സിലാവുന്ന ഭാഷയിൽ മലയാളത്തിൽ തന്നെയാണ് അദ്ദേഹം ആ ബോർഡ് അവിടെ സ്ഥാപിച്ചത്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ഉസ്താദ് ചെയ്തത്, അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അതിന്റെ അവസാനം എഴുതിയ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കണം. അത് വായിച്ചതിന് ശേഷമായിരിക്കണം നിങ്ങൾ തങ്ങൾ അടുത്തേക്കായാലും വേറെ അടുത്തേക്കായാലും നിങ്ങൾ പോകേണ്ടത്. അതിൽ പറയുന്നുണ്ട് രോഗം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, ശിഫ നൽകുന്നതും അള്ളാഹു ആണ്. അപ്പൊ നിങ്ങൾ രോഗം തന്ന് പടച്ച തമ്പുരാൻ നിങ്ങളെ പരീക്ഷിക്കുകയാണെങ്കിൽ ആ പരീക്ഷണം മാറ്റാൻ ആമിദ് ആറ്റക്കോയ തങ്ങൾ എന്നല്ല, ഈ ലോകത്തിൽ ആര് വിചാരിച്ചാലും അതിന് ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. അത് ശിഫ നൽകേണ്ടത് ആരാണ്? പടച്ച റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനാണ്. നിങ്ങൾക്ക് അങ്ങനെ ശിഫ കിട്ടണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സുരുകി പടച്ച റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ സൂക്കേടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് നിൽക്കുന്ന ചില അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഭാഗമായിട്ട് ഇന്നലെ മലപ്പുറത്ത് നിങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതാണ്. ഒരു സ്ത്രീ പ്രസവിക്കാൻ വേണ്ടി വേദന കിട്ടി പൊളഞ്ഞ് ഏകദേശം രക്തം വാർന്നുകൊണ്ട് 3 മണിക്കൂർ 4 മണിക്കൂർ അവിടെ കിടന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നിട്ട് ആ സ്ത്രീ രക്തം വാർന്ന് അവിടെ നിന്ന് മരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടായി. ഇതൊക്കെ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിൽ വന്നു ചേരുന്ന ചില ആൾക്കാർ മാത്രം വരുത്തി വെക്കുന്ന ചില വിനകളാണ്. അതുകൊണ്ട് എല്ലാ തെറിയും മൊത്തം ഈ സമൂഹത്തിനെതിരെയാണ് വരുന്നത് എന്നുള്ളതാണ്. പണ്ട് കാലങ്ങളിൽ ഒരുപാട് പ്രസവ കേസുകളും മറ്റും നമ്മൾ വീട്ടിലെടുത്തിട്ടുണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഡോക്ടർമാരോ ഹോസ്പിറ്റലുകളോ സൗകര്യം വളരെ കുറവായിരുന്നു. പൊതുജനങ്ങളുടെ കയ്യിൽ അതിന് ചികിത്സിക്കാനുള്ള പൈസയും ഇല്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ പണ്ഡിതന്മാരും അവരുടെ ഭാര്യമാരും ഒരുപാട് ആൾക്കാർ എല്ലാവരും 90% ആൾക്കാരും ഇന്ന് ഹോസ്പിറ്റലിനെയാണ് സമീപിക്കുന്നത്. അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ ഉസ്താദ് പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണും, സൂക്കേടുകൾ എല്ലാവരും കൂടി തങ്ങളെടുത്തേക്ക് പോകണ്ട എന്ന് തങ്ങൾ തന്നെ പറഞ്ഞതുകൊണ്ട് ഇനിയെങ്കിലും ഒരു തിരുത്ത് നിങ്ങളുടെ ഈ സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും എന്തെങ്കിലും സൂക്കേടുള്ളപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഓടിയത് കൊണ്ട് നിങ്ങൾ സൂക്കേട് മാറുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. മറിച്ച് നിങ്ങൾക്ക് തങ്ങളെ സന്ദർശിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം, സന്ദർശിക്കാം, അവിടുത്തെ ദുആയിൽ പങ്കെടുക്കാം. അദ്ദേഹം നടത്തുന്ന ഫാത്തിഹ മജ്ലിസിനെയോ സലാത്തിനെയോ ദിക്റിനെയോ യാസീനോ അതിനെയൊന്നും യാതൊരു കാരണവശാലും നമ്മൾ വിമർശിക്കുന്നില്ല. പക്ഷേ തങ്ങൾ യൂട്യൂബിൽ വന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അർഹിക്കുന്ന മറുപടിയാണ് താങ്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾ ചെയ്യുന്ന യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ട് തങ്ങൾ തന്തയ്ക്ക് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ തീർച്ചയായിട്ടും വിമർശിക്കപ്പെടും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ വിമർശനത്തിന് വിധേയനാണ്. എങ്ങനെയാണ് ഒരു ആമിദ് ആറ്റക്കോയ എന്ന് പറയുന്ന ഈ തങ്ങൾ മാത്രം വിമർശനത്തിന് അതീതനാവുന്നു? നമ്മുടെ സഖാവ് പിണറായി വിജയൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തെ വിമർശിക്കുന്നില്ലേ?
വിമർശനത്തിൽ അസഹിഷ്ണുത കാണിക്കാൻ പാടില്ല എന്നാണ് നമുക്ക് അദ്ദേഹത്തോട് പറയാൻ. വിമർശനങ്ങൾ വ്യക്തിപരമായോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ വിമർശിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതൊരു പേഴ്സണൽ ഇൻസൾട്ടിംഗ് ആയിട്ട് അത് കേസ് കൊടുക്കാം. അല്ലാതെ അദ്ദേഹം കേസ് കൊടുത്തത് കൊണ്ട് ഈ നാട്ടിലെ എല്ലാ യൂട്യൂബർമാരെയും ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ജയിലിലേക്കൊന്നും കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നില്ല. അങ്ങനെ വിമർശനങ്ങളാണെങ്കിൽ നമ്മൾ വാർത്താ ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 24 മണിക്കൂറും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ പച്ചക്ക് വിമർശിക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നത് കാണാം, നമ്മുടെ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നത് കാണാം. ഇന്ത്യയിൽ എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിൽ കൈകടത്താത്ത ഇടത്തോളം കാലം തീർച്ചയായിട്ടും നമ്മൾ വിമർശിക്കുക എന്ന് പറയുന്നത് നല്ല വിമർശനമാണെങ്കിൽ അത് തുടരുന്നതിൽ യാതൊരു തെറ്റുമില്ല. ആർക്കും അത് തടയാൻ വേണ്ടി സാധിക്കുകയുമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാൽ പോലും നടക്കില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മളെ കൈകടത്തേണ്ടതില്ല. അദ്ദേഹം ചെയ്യുന്ന ചില തെറ്റായ കാര്യങ്ങളെ സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നത് മാത്രമാണ് നമ്മളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിമർശിച്ചത്. പക്ഷേ അദ്ദേഹം ഇത്തരം ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ, അത് കല്യാണമായാലും യത്തീമക്കളെ ഏറ്റെടുക്കുന്ന കാര്യത്തിലായാലും അദ്ദേഹം നടത്തുന്ന സലാത്തിന്റെ കാര്യത്തിലായാലും അതിലൊന്നും നമുക്ക് യാതൊരുവിധ തർക്കവുമില്ല. തീർച്ചയായിട്ടും തങ്ങൾ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ പൂർവാധികം ശക്തിയോടെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിനെ പഠിച്ചു തമ്പുരാൻ സാധിക്കട്ടെ. തീർച്ചയായും തെറ്റായ കാര്യങ്ങൾ അദ്ദേഹം ഇടപെടുമ്പോൾ, സമൂഹത്തിൽ ഇടപെടുന്ന കാര്യങ്ങൾ അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ കെട്ടിയൊരുക്കി ഒരുപാട് ഉമ്മമാരെയും പെങ്ങന്മാരെയും കൊണ്ടുവച്ച് ഇത്തരം ഒരു പരിപാടി നടത്തുന്ന പരിപാടി കൂടി ഉസ്താദ് ഒന്ന് ഒഴിവാക്കിയാൽ നന്നായിരുന്നു. പിന്നെ ഇത് പൈസ കിട്ടണമെങ്കിൽ ഇതൊക്കെ മുന്നിൽ കൊണ്ട് വെച്ചിട്ട് ആൾക്കാരെ കാണിച്ചാലേ എനിക്ക് നടക്കുള്ളൂ എന്നാണ് ഉസ്താദിന്റെ മറുപടി എങ്കിൽ തീർച്ചയായിട്ടും ഉസ്താദ് അതുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും മരിച്ചുപോയ എല്ലാ കുടുംബങ്ങൾക്കും പഠിച്ച തമ്പുരാൻ ക്ഷമ നൽകട്ടെ, അർഹിക്കുന്ന പരിഗണന നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.